കേരളം ആഗോള ബ്രാൻഡായി മാറുകയാണ്. KSRTCയും KSEBയും ബിവറേജസ് കോർപ്പറേഷനും തുടങ്ങി ടൈറ്റാനിയം വരെ നഷ്ടത്തിൽ. കടത്തിൽ നിന്ന് കടത്തിലേക്ക് മുങ്ങാങ്കുഴി ഇടുമ്പോഴും നമ്മുടെ കേരളം ആഗോള ബ്രാൻഡായി മാറുകയാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പക്ഷം. കോടികൾ ചെലവഴിച്ചുള്ള പരസ്യങ്ങൾ, സാമ്പത്തിക തകർച്ചയിലും തൊഴിലില്ലായ്മയിലും പൊതുകടത്തിലുമെല്ലാം അതിവേഗം ബഹുദൂരം മുന്നേറുന്ന സംസ്ഥാനത്തിന്റെ വികസന മാഹാത്മ്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കോടികൾ ചെലവഴിച്ച് കേരളീയം 2023 എന്ന പേരിൽ പുതിയ പരിപാടിക്ക് കേരളപ്പിറവി ദിവസമായി ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമായിരിക്കുന്നു. മോഹൻലാലും മമ്മൂട്ടിയും കമലഹാസനും ശോഭനയും അടക്കമുള്ള താരങ്ങളെയൊക്കെ അണിനിരത്തിയുള്ള ഉദ്ഘാടന ചടങ്ങ് വലിയ രീതിയിൽ തന്നെയാണ് സംഘടിപ്പിക്കപ്പെട്ടത്. എന്നാൽ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ മുഖം മിനുക്കാനുള്ള പാഴ്വേലയാണ് കേരളീയമെന്ന ആരോപണവും ശക്തമാണ്. മുഖ്യമന്ത്രിയുടെ മുഖം കണ്ടാൽ ആള് കൂടില്ലെന്ന് തിരിച്ചറിഞ്ഞാണ് കേരളീയത്തിനായി മോഹൻലാലും മമ്മൂട്ടിയും കമൽഹാസനും അടക്കമുള്ള വലിയ താരനിരയെ രംഗത്തിറക്കിയതെന്ന് രമേശ് ചെന്നിത്തല ആരോപിക്കുന്നു. അഴിമതിയും കൊള്ളരുതായ്മകളും വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയാണ് കേരളീയമെന്നും ആദ്യമായാണോ നവംബർ 1 വരുന്നതെന്ന് രമേശ് ചെന്നിത്തല ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ കൗശലമാണ് കേരള സർക്കാരിന്റെ കേരളീയമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കേരളീയം പരിപാടി ദൂർത്താണെന്ന് ആരോപിച്ച RSP നടത്തുന്ന രാപ്പകൽ സമരത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്നാൽ ഈ പരിപാടി തുടർന്നുള്ള വർഷങ്ങളിലും സംഘടിപ്പിച്ച് കേരളീയത്തെ ആഗോള ബ്രാൻഡാക്കി മാറ്റുമെന്നാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയത്. മലയാളികളുടെ മഹോത്സവം എന്ന സർക്കാർ വിശേഷണത്തോടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട കേരളീയം കവടിയാർ മുതൽ കിഴക്കേക്കോട്ട വരെ 42 വേദികളിലായി ഒരാഴ്ചക്കാലം തലസ്ഥാനത്ത് ഉത്സവച്ചായ തീർക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കേരളത്തിന്റെ പ്രത്യേകതകളെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതിനൊപ്പം നൂതന ലോകത്തെക്കുറിച്ച് ഉണ്ടാകേണ്ട അറിവുകൾ എന്തൊക്കെ, അവ സമൂഹത്തിൽ എങ്ങനെയൊക്കെ പ്രാവർത്തികമാക്കാം എന്നിവയെല്ലാം വിശദമായ ചർച്ചകൾക്ക് വിധേയമാക്കിക്കൊണ്ടുകൂടിയാണ് കേരളീയം അരങ്ങേറുക എന്നാണ് സംഘാടകർ വ്യക്തമാക്കിയിട്ടുള്ളത്. ലോകം മാറുമ്പോൾ കേരളം മാറേണ്ടതില്ല, അല്ലെങ്കിൽ നമുക്കൊരിക്കലും വികസിത പരിഷ്കൃത നാടുകളെ പോലെ ആകാൻ കഴിയില്ല എന്ന ചിന്തയോടെ അടഞ്ഞു ജീവിക്കേണ്ട ഒരു സമൂഹമല്ല കേരളീയ സമൂഹം. കേരളീയ സമൂഹം എന്നാൽ കേരളത്തിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ഭൂഖണ്ഡാന്തരങ്ങളിലേക്ക് ആ സമൂഹം വളർന്ന് പന്തലിച്ച് നിൽക്കുന്നു. എത്തിച്ചേർന്ന ദേശങ്ങളിലെല്ലാം ആ നാടിൻ്റെ സാമൂഹിക മുന്നേറ്റത്തിൽ മലയാളി സമൂഹം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ നാടുകൾക്ക് കേരളത്തോട് വലിയ താല്പര്യമുണ്ട്. താല്പര്യത്തെ പുതിയ തലത്തിലേക്ക് കേരളീയം ഉയർത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം കേരളീയം പരിപാടിക്കും മുഖ്യമന്ത്രിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി KPCC പ്രസിഡന്റ് K സുധാകരൻ രംഗത്തെത്തി. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെതുൾപ്പെടെയുള്ള മുൻ സർക്കാരുകളുടെ നേട്ടം തൻ്റേതായി പ്രചരിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളീയം പരിപാടിയുടെ പേരിൽ കോടികളുടെ തിരിമറി നടന്നുവെന്നും ടെൻഡർ പോലുമില്ലാതെയാണ് ഇഷ്ടക്കാർക്ക് മുഖ്യമന്ത്രി പരിപാടിയുടെ കരാർ നൽകിയതെന്നും K സുധാകരൻ തുറന്നടിച്ചു. ജനങ്ങൾ മഹാദുരിതത്തിൽ ആണ്ടുകിടക്കുമ്പോഴാണ് 27 കോടിയുടെ നികുതിപ്പണം ഉപയോഗിച്ച് തലസ്ഥാന നഗരം മുഴുവൻ മുഖ്യമന്ത്രിയുടെ ബാഹുബലി മോഡൽ ഫ്ലക്സ് നിറച്ചിരിക്കുന്നതെന്നും K സുധാകരൻ കുറ്റപ്പെടുത്തി. നാം ഒന്നായി നേടിയ വിജയം എന്ന വായ്ത്താരി മുഴക്കിയ ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രം വെച്ച് ഈ നേട്ടങ്ങളെല്ലാം തൻ്റേതാക്കുന്ന കൗശലം ജനങ്ങൾ തിരിച്ചറിയും. പ്രചാരണങ്ങളിൽ നിന്ന് സഹമന്ത്രിമാരെ വരെ പുറത്താക്കി ഞാനും പിന്നെ ഞാനും എൻ്റെ മുഖവും എന്ന പിണറായിയുടെ ധാർഷ്ട്യത്തിനെതിരെ ശബ്ദമുയർത്താൻ പോലും കഴിയാത്ത അടിമക്കൂട്ടങ്ങളാണ് ഇടതുമന്ത്രിമാരെന്നും സുധാകരൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു.